ഇന്റർവ്യൂ ഒന്ന് കഴിഞ്ഞാ മതിയായിരുന്നു. അതെന്താ ഇന്നിനി വേറെ വല്ല ഇന്റർവ്യൂ ഉണ്ടോ? ഈ ടെൻഷൻ ഒന്ന് മാറി കിട്ടുമല്ലോ. ഓ അങ്ങനെ. നിനക്ക് എന്താ വേണ്ടെന്ന് പറ. ഹാ, എന്ത് കഴിക്കാനാ? എനിക്ക് ഉച്ചയ്ക്ക് ഊണ് മതി. എല്ലാ ദിവസവും ഊണല്ലേ കഴിക്കുന്നേ? ഇന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കാം. ഇതെന്താ പേസ്റ്റാ? പല്ല് തേക്കാത്ത ഭക്ഷണം കഴിക്കരുതെന്ന് ഓർമ്മിപ്പിച്ചായിരിക്കും. പതുക്കെ, അത് ഇറ്റാലിയൻ ഡിഷാണ്, പാസ്ത. എന്തൊക്കെ പേരല്ലേ? നൂഡിൽസ്, എഗ് നൂഡിൽസ്, വെജിറ്റേറിയൻ നൂഡിൽസ് ആയല്ലോ. എനിക്ക് ഊണ് മതി. എടാ, നീ ഇവിടുത്തെ നൂഡിൽസ് ട്രൈ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. എന്നാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റ് ആടാ. ആണോ? എനിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും വേണ്ട. വിശപ്പ് മാറാൻ ഭക്ഷണം മതിയെന്ന്. പോരാ, ഇന്ന് നീ നൂഡിൽസ് തന്നെ കഴിക്കണം. എനിക്ക് ഇഷ്ടമല്ലേ കഴിക്കാൻ പറ്റൂ. എനിക്ക് ഊണ് മതി. ശരി, ഇന്ന് നീ ഊണാ കഴിക്കുന്നെങ്കിൽ ബില്ല് നീ തന്നെ കൊടുക്കണം. അല്ല, നൂഡിൽസാ കഴിക്കുന്നെങ്കിൽ ബില്ല് ഞാൻ കൊടുത്തോളാം. ഓ, ഇത് എന്തൊരു പരീക്ഷണ അത്. വിശന്നിട്ട് നല്ലൊരു ഊണ് കയറി ആശിച്ചും പോയി. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഓർഡർ പ്ലീസ്. ഈ ഊണുണ്ടോ? മീൽസ്? മീൽസ്. യെസ് സർ. ഇവിടെ ഏതൊക്കെ ടൈപ്പ് ഓഫ് നൂഡിൽസ് ആണല്ലേ? മെനുവിലുള്ള എല്ലാം ഉണ്ട് മാഡം. ഞാൻ പറഞ്ഞില്ല ആനന്ദേ, ഇവിടുത്തെ മിക്സ് നൂഡിൽസ് ഭയങ്കര ഫേമസ് ആണ്. 2 മിക്സ് നൂഡിൽസ്. ഓക്കെ മാഡം. മീൽസ് ക്യാൻസൽ. ഓക്കെ. അല്ല, എന്റെ മീൽസ് അത് മതി. അങ്ങനെ ഇപ്പൊ നീ മീൽസ് കഴിക്കണ്ട. മാനം പോകാതെ നോക്കണേ എന്റെ നാരായണ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു അവർ കോഫി ഷോപ്പ് സർ. കം ഓൺ. എന്തൊക്കെയാണ് ഈ കോഫി ഷോപ്പിലെ സ്പെഷ്യാലിറ്റീസ്? സ്പെഷ്യാലിറ്റീസ് എല്ലാം സ്പെഷ്യലാണ്. ഫ്രഷ് പേസ്ട്രി, ഐസ്ക്രീം, കോഫി, ടീ എല്ലാം സ്പെഷ്യലാണ്. അതിരിക്കട്ടെ, അതല്ല ഞാൻ ചോദിച്ചത്. ഈ കോഫി ഷോപ്പിലെ പ്രത്യേകത എന്താണ്? ഇവിടെ പറഞ്ഞതെല്ലാം ഇവിടെ എല്ലാ കോഫി ഷോപ്പിലും കിട്ടുന്നതല്ലേ? അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ എന്താണുള്ളത്? അതാണ് ഉദ്ദേശിച്ചത്. വൃത്തി. വാട്ട്? വൃത്തി, ക്ലീൻ. സാറിന് ഇത്രയും വൃത്തി മറ്റെവിടെയും കാണാൻ പറ്റില്ല. ക്ലീനിങ്ങിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്കൊരു ക്യാപിച്ചിനോ കൊണ്ടുവരും. ഓക്കെ ഓക്കെ. ഹലോ, സോറി, ഞാൻ ഡ്യൂട്ടിയിലാണല്ലോ. ദൈവമേ, ഫുഡ് ഇൻസ്പെക്ടറാ. ഞാൻ ഇച്ചിരി തിരക്കില്ല, ഞാൻ കുറച്ച് തിരിച്ചു വിളിക്കാം കേട്ടോ. ഓ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഓർഡർ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ കിട്ടിയേനെ. എടാ, പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരണ്ടടാ. അതിന് പ്രിപ്പയർ ചെയ്യേണ്ടതൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്ന് വേഗം തരാനല്ലേ പറഞ്ഞുള്ളൂ. വേഗം കൊണ്ടുവന്നാ പറയും ചൂടില്ല, പഴയതാന്നൊക്കെ. ചൂടാക്കി കൊണ്ടുവന്നാ പറയും അത് സെർവ് ചെയ്ത് താമസിച്ചു പോയിന്ന്. ഇതിൽ രണ്ടുന്ന് ഏതെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഹോട്ടലുകാർക്ക് തന്നെയാ കുറ്റം. ഓ, മാഡം ചൂടാവുന്ന കണ്ട ഇത് മാഡത്തിന്റെ റെസ്റ്റോറന്റ് മാതിരി ഉണ്ടല്ലോ. എടാ, ഇത് നമ്മൾ മലയാളികളുടെ പ്രശ്നമാണ്. എന്തിലും ഏതിലും കുറ്റം കണ്ടുപിടിക്കാന്നുള്ളത്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പാറു, നീ അധികം മലയാളികളെ പറ്റിയിട്ടൊന്നും പറയണ്ട. ഇപ്പൊ തന്നെ ഈ നൂഡിൽസ് വന്നാ നീ എങ്ങനെയാ കഴിക്കാൻ പോന്നെ? വിത്ത് ഫോർക്ക് ആൻഡ് സ്പൂൺ. അത് നമ്മുടെ സംസ്കാരമാണോ? അല്ല, ഈ ഫുഡും നമ്മളുടെ അല്ലല്ലോ. പിന്നെ എന്തിനാ ഇത് കഴിക്കുന്നേ? ബിക്കോസ് ഇറ്റ്സ് ടേസ്റ്റി. ഏതായാലും ഇതുപോലത്തെ ആയുധം കൊണ്ട് ഭക്ഷണത്തെ നേരിടേണ്ട ആവശ്യമൊന്നുമില്ല. ആയുധേ മൃഗങ്ങളെ വേട്ടയാടാനാ, അല്ലാതെ ചത്ത് കഴിഞ്ഞ് പ്ലേറ്റിലെത്തുമ്പോൾ കഴിക്കാനല്ല. അതൊന്നും മലയാളികൾക്ക് ചേർന്ന സംസ്കാരമല്ല. വേണ്ട, ഞാൻ മലയാളികളോട് ചേരാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എടാ, ഫോക്കും സ്പൂണും ഉപയോഗിച്ച് കഴിക്കാൻ അറിയില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. വെറുതെ മുൻകൂർ ജാമ്യമൊന്നും എടുക്കണ്ട. ശരി, ആയിക്കോട്ടെ. ഞാൻ എന്തായാലും കൈകൊണ്ടേ കഴിക്കുള്ളൂ. എന്റെ സംസ്കാരം വിട്ട് ഞാൻ കളിക്കില്ല. വേണ്ട, ഒന്ന് ദയവ് ചെയ്ത് നാറ്റിക്കാതിരുന്നാ മതി, പ്ലീസ്. ശ്രമിക്കാം. എന്താ, മലയാളി കഴിക്കുന്നില്ലേ? ഇതന്നെ ഒരു പിടി ആവശ്യത്തിൽ അധികമുണ്ട്. അതാ ഒരു പ്രശ്നം. മലയാള സംസ്കാരത്തിൽ ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ നിലനിർത്താൻ നോക്കുമ്പോ നീ ചുരുക്കണോ? ചുരുക്കി ചുരുക്കി. നൂഡിൽസ്.
എൻ്റെ ടോണി ഒന്ന് വിശ്വസിക്കേ, കൊച്ചിയിലെ ഹോട്ടലിൽ ഇന്നും ഇന്നലെ അല്ല ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയത്. എടാ നിന്റെ ഹോട്ടലിലെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ വല്ലതും പറഞ്ഞോ? അതല്ല പറഞ്ഞത്, എനിക്ക് ഫുഡ് ഇൻസ്പെക്ടർമാരെ കണ്ടറിയാം, അതാ പറഞ്ഞത്. അപ്പൊ നീ പറ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മളൊന്നും ചെയ്യണ്ട, ഫുഡ് മോശമാണെങ്കിൽ ഒക്കെ അയാൾ ചെയ്തോളും. അയ്യോ ടോണി, നീ എന്തെങ്കിലും പറയടാ. നിക്ക് പറയാം. ഞാൻ ആദ്യം അയാളെ ഒന്ന് ക്ലോസ് വാച്ച് ചെയ്യട്ടെ. ചെയ്തോ, പക്ഷെ ഈ കോഫി ഷോപ്പ് അയാൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു തീരുമാനം പറയണേ. സാറാ നീ ഇവനെ പറഞ്ഞു വിട്, ഇല്ലെങ്കിൽ ഇവൻ എന്നേക്കുമായിട്ട് ഞാൻ ക്ലോസ് ചെയ്യേണ്ടി വരും. സുല്ലേ, നീ പോയി ഏ? ആ മൂലക്കെങ്ങാനും പോയിരിക്കും. അങ്ങനെ പറ, അല്ലാതെ വല്ലതും ക്ലീൻ ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും ക്ലീൻ ചെയ്യാനില്ല എന്നുള്ള സത്യം ഞാൻ പറഞ്ഞേനെ. ഡാടാ, മതി മതി, പോയെ പോയെ. എനിക്ക് മതിയായി. അയാൾ തീറ്റ കഴിഞ്ഞ് എഴുന്നേക്കുമ്പോ നിങ്ങൾക്കും മതിയായിക്കോളൂ കേട്ടോ. പോയേ. എടാ, അയാൾ എന്തോ കുറ്റം കണ്ടുപിടിച്ച് എഴുതുവാ. വല്ല ഉപ്പ് കുറവാന്നോ മധുരം കുറവാന്നോ മറ്റോ ആയിരിക്കും. ഫുഡ് ഇൻസ്പെക്ടർ എന്തിനാ കൺസ്ട്രക്ഷൻ വർക്ക് നോക്കുന്നേ? വല്ല മാറാലേ മുകളിലുണ്ടോ നോക്കുമായിരിക്കും. അതിന് മാറാലേക്ക് ഫുഡിന് എന്താ ബന്ധം? മാറാല കൊണ്ടുവെക്കുന്ന ഫുഡിൽ വീണ അതുമായിട്ട് ബന്ധപ്പെട്ടില്ലേ? ഓ യെസ് യെസ്. കർത്താവേ, എന്തായാലും മുകളൊക്കെ ക്ലീനാ. പക്ഷേ അയാൾ എന്താ എഴുതിയല്ലോ, എന്തായിരിക്കും? മുകൾ ഭാഗം ക്ലീൻ ആണെന്നായിരിക്കും. ഭാഗ്യം. ഛേ മണ്ടി, ഞാൻ നിന്നോടൊപ്പം നിൽക്കുകയല്ലേ, ഞാൻ അങ്ങനെ അറിയാം ആൾ എന്താ എടുത്തെന്ന്. ടെൻഷനിടയിൽ ഞാനത് മറന്നുപോയി, സോറി. റോയിച്ചനാ? എടുക്കെടുക്ക്. റോയിച്ച എവിടെയാ? ഞാനിവിടെ ബാങ്കിലാ. ബാങ്കിലേക്ക് ഇങ്ങനെ കറങ്ങി നടന്നോ? ഇവിടെ ഫുഡ് ഇൻസ്പെക്ടർ ഞങ്ങളെ പിടിച്ചു. പിടിച്ചോ? അല്ല പിടിച്ചില്ല, പിടിച്ചോണ്ടിരിക്കുക. പിടിച്ചോണ്ടിരിക്കുന്നോ? നീ എന്തൊക്കെയാ പറയുന്നത്? നീ ആ സാറയ്ക്ക് ഫോൺ കൊടുത്തേ. ആ റോയിച്ച, എന്താ മോളെ പ്രശ്നം? ഇവിടെ ഫുഡ് ഇൻസ്പെക്ടർ വന്നിരിക്കുക. ഫുഡൊക്കെ ചെക്ക് ചെയ്യാ. നമ്മളിപ്പോ എന്താ ചെയ്യാ? ഞാൻ ദേ ഇറങ്ങി. എങ്ങനെയെങ്കിലും അയാളെ അവിടെ പിടിച്ചെടുത്ത് ഞാൻ ഇപ്പൊ തന്നെ എത്താം. ശരി റോയിച്ച. റോയിച്ച എന്താ പറഞ്ഞേ? റോയിച്ചിന് ഇപ്പൊ എത്താന്ന്. എങ്ങനെയെങ്കിലും അയാളെ പിടിച്ചിരുത്തി സംസാരിക്കാൻ പറഞ്ഞു. എങ്ങനെ പിടിച്ചിരുത്തും? അതിനൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? നീ കണ്ടോ? ഞാനിപ്പോ ഒരു സത്യം പറയട്ടെ. വേണ്ട, പറയുന്ന സത്യമാണെങ്കിൽ പറഞ്ഞാൽ മതി. നിന്റെ ഈ കഴിപ്പ് കണ്ടാണ്ടല്ലോ, ആൾക്കാർ ഒരാഴ്ചത്തേക്ക് നീ ഭക്ഷണം കണ്ടിട്ടില്ല എന്നേ കരുതൂ. ആൾക്കാരല്ലേ, അവരെങ്ങനെ പലതും പറയും, അതിനെനിക്കൊന്നുമില്ല. നിനക്ക് ഈ ഫോക്ക് നൈഫ് ഉപയോഗിച്ച് കഴിക്കാൻ അറിയാത്ത കൊണ്ട് ഇങ്ങനെ വെളിച്ചു വാരി കയറ്റുന്ന ആൾക്കാർക്ക് അറിയില്ലല്ലോ. നിന്നോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞേ, ഈ കുന്തവും കോപ്പൊന്നും ഉപയോഗിക്കാൻ അറിയാഞ്ഞിട്ടല്ലെന്ന്. അത് ശരി, എന്നാ പിന്നെ ഇതുകൊണ്ട് നീ കഴിച്ചു കാണിക്ക. ഇല്ല, ഞാനത് ചെയ്യാൻ വേണ്ടി നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനത് ചെയ്യില്ല. കാരണം ഇംഗ്ലീഷുകാരെ കീഴിൽ കിടന്നപ്പോൾ വരെ ഇന്ത്യക്കാരെ അവർ പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നല്ലേ മംഗ്ലീഷുകാരിയെ പാർവതി പറഞ്ഞാല്. ടോണി പറഞ്ഞത് ശരിയാ, നീ വെറും നാടനാ. ശരിയാ, നാടനാ. പക്ഷെ പൂർവികര് പറഞ്ഞ അനുസരിച്ച് ഞാൻ ജീവിക്കൂ. യു മീൻ ഫോർ ഫാദേഴ്സ്? ഓ, അപ്പോഴേക്ക് ഇംഗ്ലീഷ്. സാർ എങ്ങനെയുണ്ട് ഈ സാധനങ്ങളൊക്കെ? എന്താ? അല്ല ഈ സ്നാക്സും ക്യാപ്ചിനയും. കഴിച്ചു കഴിഞ്ഞ് ഒരു അഭിപ്രായം എന്തായാലും പറയണല്ലോ, പറയാം. അല്ല കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഈ ഒരെണ്ണം കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അല്ല ഈ ബാക്കി രണ്ടെണ്ണം കൂടി കഴിച്ചിട്ട് അഭിപ്രായം പെട്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ. അതെന്താ, ഇത് പഴയത് വല്ലതാണോ? അയ്യോ, അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? നിങ്ങളങ്ങനെ ചോദിച്ചതുകൊണ്ട് ചോദിച്ചു പോയതാ. എന്താ സാർ പ്രശ്നം? നിങ്ങൾ ആരാ? ഞാൻ റോയ്, ഈ കോഫി ഷോപ്പിന്റെ ഓണറാ. മിസ്റ്റർ റോയ്, നിങ്ങൾ ഇങ്ങനെയാണോ ഒരു കസ്റ്റമറിനെ ഡീൽ ചെയ്യുന്നത്? അല്ല സാർ, ട്രീറ്റ് വേണമെങ്കിൽ ഇനിയും ചെയ്യാം. ദയവേത് സാർ ഇതൊരു ഇഷ്യൂ ആക്കരുത്. എന്ത് ഇഷ്യൂ ആക്കാൻ? നിങ്ങൾ എന്തോ ഈ പറയുന്നത്? സാർ, മറ്റ് ഷോപ്പുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല സർവീസാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ സാറ് നേരിട്ട് വന്ന് കാര്യങ്ങൾ വിലയിരുത്തുമെന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിച്ചു എന്ന് മാത്രം. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും പറഞ്ഞോളൂ സാർ. ഇയാൾ ആരാ? എടോ, താൻ തന്നെയാ പ്രശ്നം. ഇയാൾ വന്നിട്ട് സ്നാക്സ് എങ്ങനെയുണ്ട്, കഴിച്ചിട്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ മനുഷ്യൻ പേടിക്കത്തില്ലേ? അല്ല, സത്യത്തിൽ സ്നാക്സിന് വല്ല കുഴപ്പമുണ്ടോ സാർ? സ്നാക്സിനല്ല കുഴപ്പം, ഇവിടെയുള്ളവരൊക്കെ കുഴപ്പം. ഞാൻ വല്ലതും പറഞ്ഞോ? ഇല്ലല്ലോ. അല്ല, സാർ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇനി തുറന്ന് പറഞ്ഞൂടെ സാർ? ഓ അതോ, ഞാനൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ
ഓണറാ. എൻ്റെ പേര് പ്രകാശ്. ഇതാണ് എൻ്റെ കാർഡ്. പുറത്തന്വേഷിച്ചപ്പോൾ ഇവിടെ ബ്യൂട്ടിഫുൾ ആണെന്നും നല്ല സർവീസ് ആണെന്നും ഞാൻ കേട്ടു. ഒന്ന് കണ്ടു കളയാമെന്ന് ഓർത്ത് കയറിയതാ. എനിക്കിഷ്ടായി. ബിസിനസ് സംസാരിക്കാനായി അധികം താമസിയാതെ ഞാൻ വരാം. ഓക്കെ? മാനെ സുനിലേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ. നിനക്ക് ഞാനും വെച്ചണ്ടാ. ശരി സാർ. ശരി. കിട്ടുന്നില്ലല്ലോ പണ്ടാരം. നീ പറഞ്ഞ ശരിയാ. എനിക്ക് ഈ ഫോർക്കും നൈഫും ഉപയോഗിക്കാൻ അറിയില്ല. എനിക്കത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതെന്റെ കൾച്ചർ അല്ല. ഹാ, അങ്ങനെ വഴിക്ക് വാ. എടി, നമ്മുടെ ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്നതേ ഇംഗ്ലീഷുകാരുടെ രീതികൾ കഷ്ടപ്പെട്ട് പഠിച്ച് ശ്വാസം മുട്ടി ജീവിക്കാനല്ല. നമ്മളെ സംസ്കാരം നമ്മൾ ആസ്വദിച്ച് ജീവിക്കാനാ. അപ്പൊ വലിയ ഹോട്ടൽസിലും പാർട്ടീസിലൊക്കെ പോകുമ്പോ ഇതുപോലെ കൈകൊണ്ട് കഴിക്കണായിരിക്കും അല്ലേ? കഴിച്ചാൽ എന്താ കുറ്റം? എവിടെയും നമ്മുടെ സംസ്കാരത്തിന് മുൻപന്തിയിൽ സ്ഥാനം കൊടുക്കണം. അല്ലാതെ കഷ്ടപ്പെട്ട് ബാലൻസ് ചെയ്ത് ഈ ആയുധം വെച്ച് കഴിച്ചിട്ട് നിനക്ക് വല്ല സംതൃപ്തിയും കിട്ടുന്നുണ്ടോ? അത് ശരിയാ. വയർ നിറഞ്ഞുന്ന ഫീലിംഗ് അല്ലാതെ ഫുഡ് തരം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ, എന്നാ മോളൊന്ന് നിരായുധയായിക്കേ. നിറായത ആ ശൂലവും കത്തിയും താഴടാൻ. എന്നിട്ട് കഴിച്ചു നോക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഫുഡ് കഴിക്കുന്ന പോലെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞേ. സർ, ഫിംഗർ ബോൾ. ഒരു മിനിറ്റേ. എത്ര അതിന്? ഫ്രീ ആണ് സർ. ആ ഓ ആ അയ്യോ, എന്നാ ഒരു 3 എടുത്തോളൂ. സർ, അത് കൈ കഴുകുന്ന സാധനമാണ്. എന്നാ 2. ആരും കേട്ടില്ലല്ലോ. ഉഫ്, നാറ്റിച്ചു. സുല്ല, ഹലോ. ചെറിയ അക്ഷരത്തിൽ മതി. പിന്നെ 500 മാറ്റി 1000 പ്രാവശ്യം മര്യാദയ്ക്ക് ഫുഡ് ഇൻസ്പെക്ടറിന് തെറ്റാതെ എന്നെ രാവിലെ തന്നെ എഴുതി കാണിക്കണം. അല്ലെങ്കിൽ അപ്പോ കാണാം. അത് കലക്കി റോയിച്ച. നീ വേണ്ടണ്ട. അയാള് നിന്നോട് ഫുഡ് ഇൻസ്പെക്ടറാന്ന് പറഞ്ഞു എന്നല്ല പറഞ്ഞത്. പറഞ്ഞു എന്ന് പറഞ്ഞത് ശരിയാ, പക്ഷെ അയാളല്ല പറയുന്നത്, സുനില. സുനില് റോയിച്ച അവനെ വിളിച്ചിട്ട് 1000 എന്നുള്ളത് മാറ്റി 10,000 ആക്കി റോയിച്ച. നീയും അധികം പറയണ്ട. എടാ, ആരടുത്തെങ്കിലും ഒരാൾ പോയി ചോദിക്കോ കഴിച്ചിട്ട് വല്ല കുഴപ്പമുണ്ടോ, ബാക്കിയും കൂടി കഴിച്ചിട്ട് വേഗം അഭിപ്രായം പറയാനൊക്കെ. ശരിയാ, അയാളങ്ങ് പേടിച്ചു പോയി. സത്യത്തിൽ അയാൾ ആരായിരുന്നു റോയ്ച്ച? ഏതോ ഒരു ഇവന്റ് മാനേജ്മെന്റുകാരൻ. അയ്യേ, ഞാൻ ഉണ്ടാവേണ്ടതായിരുന്നു. ഒന്നും സംഭവിക്കില്ലായിരുന്നു. നീ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഫുഡ് ഇൻസ്പെക്ടർ പരീക്ഷ പോയി പഠിച്ച് പാസ്സായി വന്നിട്ട് നമ്മുടെ കോഫി ഷോപ്പ് പൂട്ടിച്ച്. ഏതായാലും കോഫി ഷോപ്പിൽ ഇനി എൻ്റെ ഒരു കണ്ണുണ്ടാവും. അതെന്താ സ്വന്തം കോഫി ഷോപ്പിനെ റോയിച്ചൻ കണ്ണു വെക്കുന്നേ? പോടാ അവിടെ. അല്ല റോയിച്ചൻ എന്തിനാ ഞങ്ങളുടെ ചൂടാവുന്നേ? റോയിച്ചനെ അയാളെ കണ്ട് പേടിച്ചല്ലോ. അത് പിന്നെ ഈ ഫുഡ് ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും പേടിക്കൂല. അയ്യോ, എങ്ങനെ എങ്ങനെ പിന്നെ എന്താണ് റോയിച്ച? അയ്യോടാ, അയ്യോ അയ്യോ. അല്ല, അയ്യേ അയ്യേ, എന്താ റോയ്ച്ച ഇത്? എന്തൊക്കെയായിരുന്നു? പിന്നെ എന്നെ കൂടെ കൊല്ല്. അയ്യേ, അയ്യോ, കഷ്ടം. എന്റെ സിനിമാ സ്വപ്നം ഇനിയും തീണ്ടാപ്പാടകലെയോ? ആഹാ, നല്ല ടൈറ്റിൽ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്താ മാജിക് പെന്നാ? നിങ്ങൾ ഒരു എഴുത്തുകാരനാണോ? അതെ. മറ്റെഴുത്തുകാരിൽ നിന്നും വ്യത്യസ്തനാണോ നിങ്ങൾ? ആണല്ലോ. എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്നില്ല? എങ്കിലിതാ നിങ്ങളുടെ സിരകളിൽ നിന്നും ഭാവനയെ ഉണർത്തി വിരൽ തുമ്പിലെത്തിക്കാൻ ഞങ്ങളിതാ അവതരിപ്പിക്കുന്നു മാജിക് പെൻ. എത്ര അതിന്റെ വില? 750 രൂപ മാത്രം. 750? എഴുത്തച്ഛാ, റോയ്ച്ചാ, എന്താടാ? എന്താ
പൊന്നെ, എന്തുപറ്റി? എന്തുപറ്റിന്ന്? നീ എന്തിനാ വിളിച്ചേ? പേന. ഒന്ന് പോയി കുളിക്കട കൂടെ. പെണ്ണുങ്ങളുടെ പോലെ തലയിൽ പേനും വെച്ചോണ്ട് നടക്ക. ആ പേനല്ല, പിന്നെ ഈ പേന. എന്ത് പേന? ഇത് നോക്ക്. നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. എന്താ റോയിച്ച, ഈ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടാക്കുവോ? എടാ, ഇതൊക്കെ വെറും തട്ടിപ്പാടാ. ഇങ്ങനെ ഭാവന ഉണ്ടാവാനാണെങ്കിൽ ഇവിടുത്തെ എഴുത്താർക്കൊക്കെ ഓസ്കാർ കിട്ടണമല്ലോ. ഇല്ല റോയിച്ച, ഇത് പുതിയ ടെക്നോളജിയാ. പഴയ കാലത്ത് ഇതില്ലല്ലോ, അതുകൊണ്ടാ എല്ലാവർക്കും ഓസ്കർ കിട്ടാതിരുന്നേ. ശരി, ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? ഓസ്കർ ആണോ? വേണ്ട, ഈ പേനയൊന്ന് കിട്ടിയാ മതിയായിരുന്നു. എടാ, നിനക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ? എടാ, ഇതൊക്കെ ചുമ്മാ കളിപ്പീരാ. പൈസ കിട്ടാനുള്ള ഓരോ പണിയാ. ഇല്ല റോയിച്ച, ഇത് സത്യ. എത്ര അനുഭവസ്ഥരെ കഥ അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്ക്. അതൊക്കെ അവരെന്നെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നതാ. അല്ല റോയിച്ച, എന്റെ മനസ്സ് പറയുന്നു ഈ പേന കൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നു. ഏഹേ, അങ്ങനെ നിന്റെ മനസ്സ് തോന്നിയത് പറഞ്ഞ് ശീലിക്കണ്ട. അത് നമുക്ക് വേണ്ട. ആ പേന മോനങ്ങ് മറന്നേക്ക്. ശരിയാ, ഞാൻ ടോണി അല്ലല്ലോ റോയിച്ചനോട് അത് വാങ്ങിത്തരാൻ പറയാൻ. സോറി റോയിച്ച, ഇനി ഞാനത് പറയില്ല. എടാ, അത് പോട്ടെ. ഞാൻ അങ്ങനെ പറഞ്ഞല്ല. ടോണിയോടാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയൂ. പറ, ആ പേനയുടെ വില എത്ര? നമുക്കത് വാങ്ങാം. 750 രൂപ. നീ ബുക്ക് ചെയ്തോ? പൈസ ഞാൻ തരാം. താങ്ക്സ് റോയിച്ച. ഓ ഓ, ഓ. ആ